ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധ പ്രതിഷേധം അക്രമാസക്തം. ഇൻക്വിലാബ് മഞ്ച് നേതാവ് ഷരീഫ് ഉസ്മാൻ ഹാദിയുടെ മരണത്തെ തുടർന്നാണ് പ്രതിഷേധം ശക്തമായത്. ചിറ്റഗോങ്ങിലെ ഇന്ത്യയുടെ അസിസ്റ്റന്റ് ഹൈക്കമ്മീഷണർ ഓഫീസിന് നേരെ ഉൾപ്പെടെ കല്ലേറുന്നു. മോത്തി ഇന്ത്യക്കെതിരെയും അതുപോലെ തന്നെ ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിനുമെതിരെയുമായുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ അക്രമാസക്തമാകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഇൻക്വിലാബ് മഞ്ച് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ, അതായത് കഴിഞ്ഞ വർഷം ബംഗ്ലാദേശിൽ ഈ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ നടത്തിയ പ്രതിഷേധ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ഇൻക്വിലാബ് മഞ്ചിൻ്റെ നേതാവ് കൂടിയായ ഷരീഫ് ഉസ്മാൻ ഹാദിയുടെ മരണത്തെ തുടർന്നാണ് ഈ അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്നത്. ഈ കഴിഞ്ഞ ആഴ്ച ഈ ബംഗ്ലാദേശിൽ ധാക്കയിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പങ്കെടുക്കവെയാണ് ഈ ഹാദിക്ക് നേരെ അക്രമം ഉണ്ടായത്. അജ്ഞാതരായ ആൾക്കാരെത്തി അദ്ദേഹത്തിനെതിരെ വെടി ഉതിർക്കുകയായിരുന്നു ചെയ്തിരുന്നത്. തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന ഇദ്ദേഹത്തെ പിന്നീട് സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോവുകയും സിംഗപ്പൂരിലെ ആശുപത്രിയിൽ വെച്ചാണ് ഈ ഷരീഫ് ഉസ്മാൻ ഹാദി മരിക്കുകയും ചെയ്തിരുന്നത്. ഈ മരണത്തിന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യക്കെതിരെ വീണ്ടും ഉള്ള പ്രതിഷേധ സമരങ്ങൾക്ക് ബംഗ്ലാദേശ് വേദിയാകുന്നതെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ അക്രമം നടത്തിയവരെ ഇന്ത്യ സംരക്ഷിക്കുന്നുവെന്നാണ് ഈ പ്രതിഷേധക്കാർ ഇപ്പോൾ പറയുകയും ചെയ്യുന്നത്. നിലവിൽ ഇന്ത്യയുടെ ഈ ഹൈക്കമ്മീഷണറേറ്റിന് സമീപത്ത് ഉൾപ്പെടെ വ്യാപകമായ തോതിൽ അക്രമങ്ങൾ നടന്നിരുന്നുവെന്നാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ധാക്കയിൽ നിന്ന് പുറത്തു വരികയും ചെയ്യുന്നത്. ഇതിനു പുറമെ ബംഗ്ലാദേശിലെ അതിപ്രശസ്തമായ 2 മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെയും ഈ അക്രമം നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഡെയിലി സ്റ്റാർ, അതുപോലെ തന്നെ പ്രോത്തം ആലോ തുടങ്ങിയ ബംഗ്ലാദേശിലെ അതിപ്രശസ്തമായ 2 ദിനപത്രങ്ങളുടെ ഓഫീസുകൾക്ക് നേരെയാണ് ഈ അക്രമ സംഭവങ്ങൾ ഇപ്പോൾ അരങ്ങേറുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഈ പ്രതിഷേധക്കാരൊക്കെ ആവശ്യപ്പെടുന്നത് ഈ അക്രമികളെ വിട്ടുകിട്ടുന്നതുവരെ ധാക്കയിലെയും അതുപോലെ തന്നെ ബംഗ്ലാദേശിലെയും ഒക്കെയുള്ള ഇന്ത്യയുടെ നയതന്ത്ര കാര്യാലയങ്ങളെ പ്രവർത്തിക്കാൻ അനുവദിക്കരുതെന്ന ഒരു ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ അക്രമകാരികളോട് ആയുധം താഴെ വയ്ക്കണമെന്നും സമാധാനത്തിലൂടെ ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നും നിലവിലെ അവിടുത്തെ താൽക്കാലിക സർക്കാർ അഭ്യർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമൊക്കെയായി ഈ ധാക്കയിലും അതുപോലെ തന്നെ ചിറ്റഗോങ്ങിലും ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലും വ്യാപകമായ തോതിൽ ഇപ്പോൾ അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്നുവെന്ന റിപ്പോർട്ടുകളാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്.